യേശുനാഥൻ്റെ സൗഖ്യത്തിന് അവകാശികളായ ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ ബധിരനെ സൗഖ്യപ്പെടുത്തുന്നു. ക്രിസ്തു എന്നും സർവ ആരോഗ്യ സമ്പന്നനായിരുന്നു. അതിനാൽ തന്നെ ക്രിസ്തു നൽകിയ സൗഖ്യങ്ങളൊക്കെ തന്നെ ക്രിസ്തുവിലുള്ള ആരോഗ്യത്തിൽ നിന്നുമായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രക്തസ്രാവ സ്ത്രീയുടെ സൗഖ്യം. അതിനാൽ തന്നെ ക്രിസ്തുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ പ്രധാന ദൗത്യം തൻ്റെ ശക്തി, തൻ്റെ കൃപ, തൻ്റെ സ്പർശനം മറ്റുള്ളവർക്ക് നൽകുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് സുവിശേഷ വേലയ്ക്കായി ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നത്, പകർന്നേകുമാറ് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ തന്നെ വസിക്കുവിൻ എന്ന്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതിൽ നാം സന്തോഷിക്കുമ്പോൾ നാം ആത്മീയ ശക്തി സംഭരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ കൃപ സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. ഫരിസേയരുടെ പാരമ്പര്യവാദത്തിലുള്ള കപടതയെ ചോദ്യം ചെയ്യുന്ന യേശുവിനെയാണ് ഈ അധ്യായത്തിൻ്റെ ആമുഖത്ത് നാം ദർശിക്കുന്നത്. അതിൻ്റെ സമ്പൂർണത എന്നോണമാണ് കർത്താവ് ബധിരനെ സൗഖ്യപ്പെടുത്തുന്നത്. 2 തലങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, മധ്യസ്ഥതയുടെ ശക്തി. അവൻ്റെ മേൽ കൈവയ്ക്കാൻ മറ്റുള്ളവർ യേശുവിനോട് ആവശ്യപ്പെട്ടു. ഒരുവന് വേണ്ടി മറ്റുള്ളവരുടെ യാചനയ്ക്ക് ക്രിസ്തു നൽകുന്ന വിലയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ അർത്ഥവും ആഴവും. ഇതുതന്നെയാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം കൊണ്ട് സഭ അർത്ഥമാക്കുന്നതും പഠിപ്പിക്കുന്നതും. 2, ക്രിസ്തു ബധിരനായവനെ മാറ്റി നിർത്തി. ക്രിസ്തുവിന് ഓരോ വ്യക്തിയും വ്യത്യസ്തരായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അത്. ആരെയും പോലെയല്ല ക്രിസ്തു സൗഖ്യം നൽകിയിരുന്നത്. മനുഷ്യചിന്തയ്ക്കും ബുദ്ധിക്കും അതീതമായിരുന്നു യേശുവിൻ്റെ സൗഖ്യപ്രവൃത്തികളൊക്കെ തന്നെയും. അതിനാൽ തന്നെ അവൻ്റെ മേൽ കൈവയ്ക്കണമേ എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ കൈയല്ല, തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും തുപ്പി അവൻ്റെ വിരലുകൾ ബധിരൻ്റെ ചെവിക്കുള്ളിൽ ഇട്ടു. യേശുവിൻ്റെ ഉള്ളിൽ നിന്നും എന്നതാണ് തുപ്പുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അവൻ്റെ ഉള്ളിലേക്ക് അഥവാ ബധിരൻ്റെ ഉള്ളിലേക്ക് എന്ന് ധ്വനിപ്പിക്കുന്നതാണ് ചെവിയിൽ യേശുനാഥൻ വിരലുകൾ ഇടുന്നത്. അങ്ങനെ യേശുവിൻ്റെ ഉള്ളിൽ നിന്നും സൗഖ്യം ലഭ്യമാകേണ്ട അല്ലെങ്കിൽ സൗഖ്യം ലഭിക്കേണ്ട ബധിരൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തു പകരുന്ന സ്പർശനത്തിൻ്റെ നനവും സ്നേഹവുമാണ് സൗഖ്യം എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞു തരികയായിരുന്നു ഈ പ്രവൃത്തി വഴി. അവിടെയാണ് കർത്താവ് അവനോട് പറയുന്നത്, എഫാത്ത, തുറക്കപ്പെടട്ടെ. നീ തുറക്കപ്പെടുന്നത് നിന്റെ ബന്ധനാവസ്ഥകളെ ക്രിസ്തുവിൻ്റെ സ്പർശനത്തിലൂടെ ക്രിസ്തു നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ളിലേക്ക് ക്രിസ്തു ഇന്ദ്രിയ സ്പർശനം ഉണ്ടാകുമ്പോഴാണ് എഫാത്ത അനുഭവം ഉണ്ടാകുന്നത്. ഒരു ചിന്തകൻ പറയുന്നത്, ഈ പ്രവൃത്തിയിലൂടെ യേശു അവൻ്റെ മാനസിക ലോകത്തിലേക്ക് പ്രവേശിക്കുകയും അവൻ്റെ ആത്മവിശ്വാസം നേടുകയും ചെയ്തു എന്നാണ്. ബധിരൻ്റെ കഴിവ് കേടിലല്ല, അവൻ്റെ കഴിവുകളിലൂടെ, സ്പർശന ഇന്ദ്രിയ തലത്തിലൂടെ കേൾവിയുടെ സൗഖ്യം കർത്താവ് പ്രദാനം ചെയ്യുന്നു. അവന് കേൾക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അവൻ്റെ സ്പർശനേന്ദ്രിയത്തിലൂടെ കർത്താവ് അവൻ്റെ കേൾവിയിലേക്ക് അഥവാ അവൻ്റെ ബധിരത കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. നമുക്ക് സൗഖ്യം നൽകുവാൻ ക്രിസ്തുവിന് വ്യത്യസ്ത വഴികളാണുള്ളത്. ആരെയും നോക്കി നമുക്ക് സൗഖ്യം ദാഹിക്കേണ്ടതില്ല. ക്രിസ്തുവിനെ മാത്രം നോക്കി സൗഖ്യദാഹത്തോടു കൂടി നമുക്ക് ജീവിക്കാം. നിനക്ക് ദൈവം കരുതി വച്ചിരിക്കുന്നത് നിന്നിലുള്ള ദൈവിക നന്മകളിലൂടെ ഉള്ള സൗഖ്യം തന്നെയാണ്. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിന്നെ കണ്ടൊരു നിന്റെ മൊഴികൾ കേട്ടൊരു നിന്നെ കണ്ടൊരു നിന്റെ മൊഴികൾ കേട്ടൊരു മരക്കുരിശിൽ പിടഞ്ഞൊരു എന്റെ ശാപം നീക്കിയ നാൾ, മരക്കുരിശിൽ
പിടഞ്ഞൊരു നാൾ എന്റെ ശാപം നീക്കിയ നാൾ. പരനെ നിന്നെ കാണുവാൻ കൊതിയാവും നേ, പ്രിയനെ നിന്നിൽ ചേരുവാൻ കൊതിയാവും നേ. പരനെ നിന്നെ കാണുവാൻ കൊതിയാവും നേ, പ്രിയനെ നിന്നിൽ ചേരുവാൻ കൊതിയാവും നേ. ഇരുളേറിയ വീതിയിൽ ഞാൻ നിന്നെ തേടി, എൻ പ്രാണനാഥൻ ചാരേയെത്തി. ഇരുളേറിയ വീതിയിൽ ഞാൻ നിന്നെ തേടി, എൻ പ്രാണനാഥൻ ചാരേയെത്തി. നിൻ തേജസ്സിൻ മുഖം കണ്ടു ഞാൻ, നിൻ സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. നന്ദി നന്ദിയപ്പാ, നന്ദി നന്ദിയപ്പാ. പരനെ നിന്നെ കാണുവാൻ കൊതിയാവും നേ, പ്രിയനെ നിന്നിൽ ചേരുവാൻ കൊതിയാവും നേ. പരനെ നിന്നെ കാണുവാൻ കൊതിയാവും നേ, പ്രിയനെ നിന്നിൽ ചേരുവാൻ കൊതിയാവും നേ. വിലയേറിയ ജീവൻ മറുവിലയായി നൽകി, നിലയ്ക്കാത്ത ജീവൻ നീ എന്നിൽ ഏകി. വിലയേറിയ ജീവൻ മറുവിലയായി നൽകി, നിലയ്ക്കാത്ത ജീവൻ നീ എന്നിൽ ഏകി. എൻ കാന്തനോടൊത്തു ചേരും ഞാൻ, എൻ പ്രിയനോടൊത്തു പാടും ഞാൻ. നാദ നിന്നോടൊന്നാ, നാദ നിന്നോടൊന്നാ. പരനെ നിന്നെ കാണുവാൻ കൊതിയാവും നേ, പ്രിയനെ നിന്നിൽ ചേരുവാൻ കൊതിയാവും നേ. പരനെ നിന്നെ കാണുവാൻ കൊതിയാവും നേ, പ്രിയനെ നിന്നിൽ ചേരുവാൻ